എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 8/8/2024 നടത്തിയ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2024. നമുക്ക് ഈ ചോദ്യപേപ്പറിൽ നിന്നുള്ള GK ചോദ്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിക്കാം. താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. പറയുന്നവരിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത്. ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്? ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പ് വരുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 25. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഭരണഘടനയിൽ അനുച്ഛേദം 356 പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത്. രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത്. ലോകസഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ സ്പീക്കറാണ്. പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് എന്ന പ്രസ്താവനയാണ് ശരിയല്ലാത്തത്. ഗവർണറെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ആര്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി, ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അനുച്ഛേദം 32 വിശേഷിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത്? സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം, നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട്. പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, എയും ബിയും. സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം. 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ, 30 ദിവസം. 2005 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 30 ദിവസത്തിനകം ലഭിക്കണമെന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ സി, ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്തെല്ലാം? സുതാര്യവും ഉത്തരവാദിത്തപൂർണ്ണമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക, ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പുവരുത്തുക. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്തെല്ലാം? ഓപ്ഷൻ ബി, എയും ബിയും. സുതാര്യവും ഉത്തരവാദിത്വപൂർണ്ണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക. ബി, പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഗുണഭോക്താവ് ആര്? വീടുള്ള പട്ടികജാതി പട്ടികവർഗ യുവാക്കൾ യുവതികൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന വീടുള്ള യുവതി യുവാക്കൾ, വീടുള്ള പിന്നാക്ക വിഭാഗത്തിലെയും യുവതി യുവാക്കൾ, വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും. പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഗുണഭോക്താവ് ആരാണ്? ഓപ്ഷൻ ഡി, വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും. 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര്? 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി
ഓപ്ഷൻ സി ജില്ലാ മജിസ്ട്രേറ്റ്. ജില്ലാ മജിസ്ട്രേറ്റാണ് 2005 ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി. താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത്? നിവർത്തന പ്രക്ഷോഭം, ചാന്നാർ ലഹള, മലബാർ ലഹള, കുറിച്യ കലാപം. പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏതാണ്? ഓപ്ഷൻ ഡി കുറിച്യ കലാപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത്? ആത്മോപദേശ ശതകം, അദ്വൈത ചിന്താപദ്ധതി, വേദാർത്ഥ സംഗ്രഹം, ദർശനമാല. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി. ബിയും സിയുമാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത്. അദ്വൈത ചിന്താപദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികളും വേദാർത്ഥ സംഗ്രഹം രചിച്ചത് ശ്രീ രാമാനുജാചാര്യയുമാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം ഓപ്ഷൻ ബി 1907. 1907 സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തതാര്? സി കേശവൻ, പി കെ കുഞ്ഞു, മന്നത്ത് പത്മനാഭൻ, എൻ വി ജോസഫ്. പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആരാണ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് തന്നിരിക്കുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത്. കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത്? കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഓപ്ഷൻ ബി തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ. തിരുവിതാംകൂർ ലേബർ അസോസിയേഷനാണ് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ഓപ്ഷൻ സി സുമൻ ബെറി. സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ ഭേദഗതി 86. ഭരണഘടനാ ഭേദഗതി 86 പ്രകാരമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി 2008. 2008 കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ഡി പഴശ്ശിരാജ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്നറിയപ്പെടുന്നത്. SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര്? SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ. കുമാരനാശാനാണ് SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.